പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട്, കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന്, ആമേൻ അതിശയമായി ഞങ്ങളെ നടത്തുന്നതിന്, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം. ആ വിശ്വസ്തതയ്ക്കായിട്ട്, അങ്ങയുടെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനം 139 13 14 ഇങ്ങനെ പറഞ്ഞ്, കർത്താവല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ഹൃദയം ദൈവസന്നിധി പകരുന്ന ഒരു സമയമായിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവിക ഇടപെടലിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. ആമേൻ. കർത്താവിന് ഇടപെടാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന സമയമാണ് പ്രാർത്ഥന. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെട്ടാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ തിരുവഴുത്തിൽ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മുഖാന്തരം തുറക്കപ്പെട്ട വാതിലാണല്ലോ സ്വർഗം. ആ വാതിക്കൽ ഞങ്ങൾ നിൽക്കുക. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഏത് രാജ്യത്തോ ഇരുന്ന് ഏത് സാഹചര്യത്തിൽ നിന്ന് കേട്ടാലും പിതാവേ, അങ്ങ് അവരെ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരുന്നാട്ടെ. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ ഫേവർ അവരുടെ ജീവിതത്തിൽ കാണട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യമാണോ അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഫേവർ കാണുവാൻ കർത്താവ് സഹായിക്കണം. അവരിന്ന് കാണാൻ പോകുന്ന വ്യക്തികൾ, അവർ കയറി ചെല്ലുന്ന ഓഫീസുകൾ, കർത്താവെ അവർ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവിക ഇടപെടൽ തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. അത്ഭുതങ്ങൾ നടന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുക. പൂർണ്ണ സ്വാതന്ത്ര്യവും ആരോഗ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറി കർത്താവേ, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടാകട്ടെ. ആസ് വി പ്രേ ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്തു. അതുപോലെ മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, കുഞ്ഞുങ്ങളുടെ എക്സാമിനോടുള്ള ബന്ധത്തിൽ, ആമേൻ, അവർ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അതിന്മേൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഭവന നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യണം. ആ ഭവന നിർമ്മാണം കംപ്ലീറ്റ് ചെയ്യുവാനുള്ള റിസോഴ്സുകൾ ഉണ്ടാകട്ടെ. അതിനാവശ്യമായതെല്ലാം യേശുവിൻ നാമത്തിൽ ക്രമീകരിക്കപ്പെടട്ടെ. സ്വന്തമായൊരു ഭവനമില്ല, ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഫേവർ അതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസിദാസന്മാരെ ഓർക്കുന്നു. കർത്താവ് അവരുടെ മേൽ വലിയ കാര്യങ്ങളെ ചെയ്യണമേ, അവരുടെ മേൽ പ്രത്യേക ഗ്രേസ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ സഭ അങ്ങയുടെ ജ്ഞാനത്താലും അങ്ങയുടെ പരിജ്ഞാനത്താലും അങ്ങയുടെ ബുദ്ധിയാലും നിറഞ്ഞ് അങ്ങയുടെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യാനിട വരട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. കർത്താവ് അനുവദിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളെ തന്നെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുക.
ആമേൻ. ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന വിശ്വാസത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇന്നലെ കർത്താവ് അനുഗ്രഹിച്ചു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സ്വർഗീയ ജ്ഞാനമെന്ന് പറയുന്നത് റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ആമേൻ. അവിടെ പറയുന്നു, വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നു, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നമ്മൾ കർത്താവ് നമുക്ക് തരുന്ന ദൈവവചനത്തിൽ തരുന്ന ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളെ നമ്മൾ അതാതിൻ്റെതായ രീതിയിൽ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യമായിട്ട് സമാധാനമായിട്ട് മുന്നേറാൻ കഴിയും. നമുക്ക് പേടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ പല കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ഇവിടെ പറയുക, സിവിൽ അധികാരികൾ നന്മ ചെയ്യുന്നവരെയല്ല തിന്മ ചെയ്യുന്നവരെയാണ് ഭയപ്പെടുത്തുന്നത്. അതായത് ലോകത്തിൽ അല്ലെങ്കിൽ നിയമ ക്രമീകരണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നന്മ ചെയ്ത് ജീവിക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയല്ല, തിന്മ ചെയ്യുന്നവരെ, ദോഷം ചെയ്യുന്നവരെ, രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ, സാമൂഹിക നന്മകൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്നവരെയാണ് നിയമങ്ങളിൽ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഏത് രാജ്യത്താണെങ്കിലും ആ നിയമത്തിന് അനുസൃതമായി ജീവിക്കണം. അധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളെ ചെയ്യാവൂ. ആരെങ്കിലും കുറേ പേര് കൂടി തിന്മ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ദോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ തിന്മ ചെയ്യുവാനോ ദോഷം ചെയ്യുവാനോ ഒരിക്കലും പാടില്ല. അധികാരത്തിലുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ നന്മ ചെയ്യുകയും നമ്മൾ ദോഷമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരുടെയും മുമ്പിൽ പേടിച്ച് ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏത് ദേശത്താണെങ്കിലും ആ ദേശത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുവാനും നന്മ ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എവിടെ ചെന്നാലും നല്ല ഒരു പൗരൻ എന്നുള്ള പദവി, നല്ല ഒരു സിറ്റിസൺ, നല്ല പൗരൻ എന്നുള്ള ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം. മറ്റുള്ളവർ നമ്മളെ നോക്കി ഈ വ്യക്തി ഈ രാജ്യത്തൊരു നല്ല പൗരനാണ്, നല്ല റെസിഡൻ്റാണ്, അല്ലെങ്കിൽ നല്ല സ്വഭാവം സൂക്ഷിക്കുന്നവൻ എന്ന് മറ്റുള്ളവർ നമ്മളെ പറയുവാൻ ഇടവരികയും അതുപോലെ അവനോട് പുകഴ്ച ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അധികാരത്തിലിരിക്കുന്നവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? അഭിനന്ദനങ്ങൾ ലഭിക്കുവാൻ ഇടവരികയും ചെയ്യണം. അപ്പോൾ അങ്ങനൊരു ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ രാജ്യത്തിൻ്റെ നിയമങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഇപ്പം കച്ചറ വലിച്ചെറിയരുതെന്നും എഴുതി വെച്ചിരിക്കുന്നിടത്ത് കൊണ്ട് കച്ചറ ഇടരുത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല. നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കരുത്, അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. മാലിന്യം നിക്ഷേപിക്കരുതെന്ന് അവിടെ ഗവൺമെൻറ് അതോറിറ്റീസ് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല എന്ന്. എന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മാലിന്യം ഇടുമ്പോൾ നമ്മൾ നിയമത്തെ ലംഘിക്കുന്നു. അതിന് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്, ഭയം വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ദോഷത്തിന് കാരണമാകും. ദൈവിക വചനപ്രകാരം നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ദൈവിക നിയമങ്ങൾക്കനുസൃതമായി കമ്പനി ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥാപനത്തിനൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസൃതമായി കർത്താവിൽ ആശ്രയിച്ചങ്ങ് ജോലി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെതിരെ ആരെങ്കിലും തിന്മ പറഞ്ഞാലും താൽക്കാലികമായിട്ട് ഒരു ദോഷം പോലെ നിങ്ങൾക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കും. കാരണം നിങ്ങൾ നന്മ ചെയ്യുന്നവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഓഫീസിനകത്താണെങ്കിലും ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ദേശത്താണെങ്കിലും ആ നിയമങ്ങൾക്കനുസൃതമായി അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതിൻ്റെ 7-ാമത്തെ വാക്യം പറഞ്ഞ്, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പി, നികുതി കൊടുക്കേണ്ടതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. അപ്പം അത് കടമായിട്ടുള്ളതാണ്, അത് കൊടുത്തേക്കണം. ടാക്സ് അടയ്ക്കേണ്ടതാണോ ടാക്സ് അടച്ചേക്കണം.
ആമേൻ. ഭയം കാണിക്കേണ്ടത് ഭയം കാണിക്കണം, ബഹുമാനം കാണിക്കേണ്ടടുത്ത് ബഹുമാനം കാണിക്കണം. ആമേൻ. അത് കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും നമ്മൾ പുറകോട്ടാകാൻ പാടില്ല. ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരും, ദൈവത്തിൻ്റെ ഗ്രേസ് നമ്മുടെ മേലുണ്ടാകും. നാളെ നമുക്കൊരു വിഷയം വന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനിൽ നിൽക്കാൻ കഴിയും. നമ്മൾ നിയമങ്ങളെ ലംഘിച്ചിട്ട് തിരുവഴുത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ ദൈവിക നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുക. ആ ദേശത്തെ ദൈവം നിർത്തുമ്പോൾ ദേശത്തിൻ്റെ നിയമങ്ങൾ, ഒരു സ്ഥാപനത്തിൽ നിർത്തുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളെ പാലിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.